നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കിട്ടാത്ത കാശിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റാത്തതിലേ എനിക്ക് വിഷമമുള്ളൂ. എങ്കിൽ നീ ഇങ്ങോട്ട് വാ, ആ കാഴ്ച നേരിട്ട് കാണാം. അയ്യോ, അത് പറ്റില്ല. ഉച്ച കഴിഞ്ഞ ഞാൻ ഫ്രീ ആവും. നീ എവിടാ? എന്തോ പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ, ഞാനേ സ്കൂളിലാടാ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്ത് ഫംഗ്ഷൻ? അതൊക്കെ പിന്നെ പറയാടാ. ഇപ്പോഴേ ഞാൻ ഇത്തിരി ബിസിയാ. ദേ, നിന്നെ ഒരാളെ വിശ്വസിച്ച എന്റെ കളി. ഉച്ച കഴിയുന്നത് വരെ നീ അവളെ അവിടെ തന്നെ പിടിച്ചു വെക്കണം. ഞാൻ ഏറ്റു, നീ അടിച്ചു പൊളിക്ക്. ഓക്കേടാ, ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ചേച്ചി, എവിടെയല്ലേ ഇരിക്കണോ? വേണ്ട, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. അധരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം. ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ. പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം, എന്തൊരാവേശം. ഒന്ന് അഴകേ ഒന്നാകുവാ. വന്നിട്ട് 2 മണിക്കൂർ കൂടുതലായി. ഇതുവരെ കൊണ്ടുപോകാൻ ആരും വന്നില്ലല്ലോ. നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അയാളെ ഇപ്പൊ കാണുന്നില്ല. സ്കോളർഷിപ്പ് ഉള്ള മറ്റു ചില കുട്ടികൾ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതാരൊക്കെയാണെന്ന് നിനക്കറിയാമോ? അറിയില്ല ചേച്ചി, എന്റെ ബാച്ചിൽ നിന്ന് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതുറപ്പാ. സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള മറ്റു ബാച്ചിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയാലോ? അവരും ചിലപ്പോ നമ്മളെ പോലെ കാത്തു നിൽക്കുകയാണെങ്കിലോ? നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. ഞാനും വരാം. ഐസ്ക്രീം. ബാക്കി ശിവാനി കൊടുത്തോളൂ. ഗൗതം സർ വരൂ. ബ്രേക്ക് കഴിയും വരെ നമുക്ക് ഓഫീസ് റൂമിലിരിക്കാം. ഓ, ഓക്കെ ഓക്കെ. പ്ലീസ്. സാറിന് വേണ്ടി ഈ ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സർ. നൗ ഐ ആം റിയലി ഓണർഡ്. കം, വരൂ സർ, വരൂ. നീ ഒന്ന് കഴിച്ചതല്ലേ, പിന്നെ കൈയിട്ട് വരാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത്? എന്റെ അച്ഛനും അമ്മയും പോലും എന്നെ തല്ലാറില്ല. അതുകൊണ്ടാ നിനക്ക് ഇത്ര ആർത്തി. നല്ല ചുട്ട പെട കിട്ടി വളർന്നിരുന്നെങ്കിലേ നീ ഇങ്ങനെ ആക്രമണം കാണിക്കില്ലായിരുന്നു. തല്ലാനിഞ്ഞു വാ. നിധി മിസ്സിന്റെ കസിനായതുകൊണ്ട് ഞാൻ ചേച്ചിയെ വെറുതെ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നീ എന്താ എന്നെ മൂക്കി വലിച്ചു കേട്ടോ? അവന്റെ ഒരു നിധി മിസ്, അവർക്ക് 2 കൊമ്പുണ്ടോ? മിസ്സിനെ പറഞ്ഞാലുണ്ടല്ലോ,
നിങ്ങളെ സ്ഥാനത്ത് മിസ്സായിരുന്നെങ്കിൽ ഒന്നിനും ഒരു 2 ഐസ്ക്രീം തന്നേനെ. ഡാ ചെറുക്കം. എന്താടാ കണ്ണ ഇത്ര ദേഷ്യം? ദേ ഇനി നീ ആരോടും ദേഷ്യപ്പെടരുത് കേട്ടോ. മുതിർന്നവരോടെ ബഹുമാനത്തോടെ പെരുമാറണം. നിനക്ക് ഐസ്ക്രീം തിന്ന് മതിയായില്ലേ? എത്ര വേണമെങ്കിലും തരാലോ. ദാ, ദാ. ചെന്ന് വയറ് നിറച്ച് കഴിക്കേ. ഇനി വേണമെങ്കിലേ എന്നോട് പറഞ്ഞാ മതിയേ. ദേഷ്യപ്പെടുന്ന കുട്ടികളോട് പോലും എങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നത്? സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അവന്റെ വിധിയായിരുന്നേനെ. ഞാൻ കരുതിയത് അവന്റെ കുറുമ്പിന് ടീച്ചർ നല്ല ചൂരൽ കഷായം കൊടുക്കുമെന്നാ. അയ്യോ, ഞാൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാറേ ഇല്ല. കുട്ടികളായാലേ കുറുമ്പ് കാട്ടണം, എങ്കിലല്ലേ അവര് കുട്ടികളാവൂ. പിന്നെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെന്ന ദൈവത്തെ പോലെയാ. ഞാൻ അമ്പലത്തിൽ പോലും പോവാറില്ല സർ. ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മുഖങ്ങളിലാണ് സർ ദൈവങ്ങൾ കൂടിക്കൊള്ളുന്നത്. താനാണോ അവരുടെ ക്ലാസ് ടീച്ചർ? അതെ സർ. പാഠങ്ങൾ മാത്രമല്ല സർ, ഇന്ന് നടന്ന പാട്ടും ഡാൻസും ഒക്കെ കണ്ടില്ലേ? ഒക്കെ പഠിപ്പിച്ചത് ഞാനാ. എനിക്ക് എല്ലാ ഡാൻസും അറിയാം സർ. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഈ ബ്രേക്ക് ഡാൻസ്, ഇതൊക്കെ എനിക്കറിയാം സർ. ഞാനൊരു സകലകല വല്ലഭയാണ് സർ. നൈസ്. ഓക്കേ, യു ക്യാരി ഓൺ. ഷുവർ സർ. ചേച്ചി എന്തിനാ സാറിന്റെ കൂടെ കള്ളം പറഞ്ഞത്? ചേച്ചി ഇവിടുത്തെ ടീച്ചർ അല്ലല്ലോ. നിധി മിസ്സാ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചത്. തല പോയാലും കള്ളം പറയില്ലെന്ന് മിസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എടാ, അവൾക്ക് വിവരമില്ലടാ. ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ കള്ളം പറഞ്ഞില്ലെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റൂലടാ. അത് ശരിയല്ല. ഞാൻ സാറിന്റെ കൂടെ ചേച്ചി പറഞ്ഞ നുണയാണെന്ന് പറയും. പറയില്ലടാ. ഞാൻ പറയും. അത്രയ്ക്കായോ നീ? ഓടെ ഇങ്ങോട്ട്. വിട് എന്നെ, വിടാൻ വിട്. ഞാൻ എന്നെ വിടാൻ. അങ്ങോട്ട്. ഇവിടെ കിടക്ക്. അമ്മേ, ഫംഗ്ഷൻ തീരുന്നത് വരെ ഞാൻ അവിടെ കിടക്ക്. ചേച്ചി അടക്കല്ലേ. ചേച്ചി ചേച്ചി ചേച്ചി, ഞാൻ സാറിനോട് പറയില്ല. ചേച്ചി ചേച്ചി, വാതില് തുറക്ക്, വാതില് തുറക്ക്. ചേച്ചി വാതില് തുറക്കാൻ. വാതില് തുറക്ക്, വാതില് തുറക്കാൻ. ചേച്ചി വാതില് തുറക്ക്, ഞാൻ സാറിനോട് പറയില്ല. ചേച്ചി. എടി, ഇത്രയും നേരം ഞങ്ങൾ അവളെ ബ്ലോക്കാക്കി. അവള് മാത്രമല്ല, ഞങ്ങളിവിടെ ബ്ലോക്കായിരിക്കുക. ഇനിയും നിധി എവിടെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാ. സ്കോളർഷിപ്പ് ഫേക്ക് ആണെന്ന് നിധിക്ക് മനസ്സിലായ അവള് ഞങ്ങളെ പൊരിക്കും. ഇവിടെ നിന്ന പ്രശ്നവും. ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പറയടാ, എന്തിനാ ഞങ്ങളോട് ചതി ചെയ്തേ? വിട്, എന്നെ വിടാൻ. എടാ, സത്യം പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നീ ശിവാനിയുടെ പുറകെ നടക്കുന്ന വായി നോക്കിയല്ലേ? സത്യം പറഞ്ഞില്ല നിന്നെ പോലീസിൽ ഏൽപ്പിക്കും. നിഖിലേ, പോലീസിനെ വിളിക്കേ. വിട്ടോടാ. നിക്കവിടെ. ചേച്ചി, മനക്കോട്ട കെട്ടിയതൊക്കെ വെറുതെ ആയല്ലോ. സ്കോളർഷിപ്പ് കിട്ടുമെന്നും ചേച്ചിയുടെ കഷ്ടപ്പാടെല്ലാം തീരുമെന്നും വിചാരിച്ചതാ. അതൊരു ചതിയായി പോയില്ലേ ചേച്ചി? സാരല്ലടാ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ മനസ്സ് കൂടുതൽ സ്ട്രോങ് ആവും. ഇതൊക്കെ ജീവിതത്തിൽ വിജയം നേടാനുള്ള പടവുകളാക്കുക വേണ്ടത്. പഠിച്ച് മുന്നേറാനുള്ള വാശി മനസ്സിൽ നിറയണം. ഞാൻ പഠനം നിർത്തി എന്തേലും ജോലിക്ക് പോട്ടെ. നീ അങ്ങനെ ജോലിക്ക് പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം?